ഭാർഗവി, ഇത് ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ, മറ്റാരോട് ഇങ്ങനെ പറഞ്ഞു നടക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, സാറിനെ പോലെ എനിക്കും ഇതൊന്നും വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലത്തോടുകൂടി എനിക്ക് വിശ്വാസം വന്നു. സ്വയം അനുഭവം ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഭാർഗവി കുഞ്ഞെ, ഇന്നലത്തോടുകൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പണ്ടുള്ളവര് പറയുന്നതൊക്കെ നേരാ, യക്ഷികളുണ്ട്. അതും പല രീതിയിലുള്ളവര്. ചിലര് ചുവപ്പ് സാരി ഉടുക്കും, ചിലര് വെള്ള സാരി, ചിലര് കറുത്ത പാവിന്റെ അന്ന് ഇരുട്ടത്ത് വരും, ചിലര് വെളുത്ത പാവിന്റെ അന്ന് നിലാവത്ത് വരും, ചിലർക്ക് കള്ളിപ്പാല, ചിലർക്ക് കരിമ്പന, ചില. ഭാർഗവി, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? കേൾക്കുന്ന കുഞ്ഞിന് ഇത്രയും പേടിയാണെങ്കിൽ കണ്ട ഞാൻ എന്തുമാത്രം പേടിക്കണം. ഞാനൊരു കാര്യം എല്ലാവരോടായിട്ട് പറയാ സാറേ, ഉടനെ കുടുംബക്ഷേത്രത്തില് വഴിപാടും പൂജയും നടത്തണം. മീരമോളെ ഏറ്റവും സന്തോഷിച്ച് ചിരിച്ചു കളിച്ച് നടന്ന വീടാ ഇത്. ഇവിടെ വെച്ചാ അരുങ്കുല ചെയ്യപ്പെട്ടത്. സന്തോഷത്തിന്റെ കൂടെ ജീവൻ വെടിഞ്ഞതും ഇവിടെ. ഇവിടെ വിട്ടുപോകാൻ മീരമോൾക്ക് പറ്റില്ല കുഞ്ഞെ. സൂക്ഷിച്ചാ നല്ലത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബ്രഹ്മദത്തൻ തിരുമേനിയുടെ ആശ്രമത്തിലേക്ക് ഞാനിന്ന് പോവാ. കുഞ്ഞൊന്ന് വിളിച്ചു പറയണേ. അവിടെ പോയി പരിഹാരക്രിയ ചെയ്ത് വേണ്ട പൂജകളൊക്കെ കഴിപ്പിക്കണം. കുഞ്ഞു വിളിച്ച് പറയില്ലേ ആശ്രമത്തില്? ശരി ശരി, ഞാൻ പറഞ്ഞോളാം. എന്നാ ഞാൻ പോയിട്ട് വരാം. സിദ്ധു, ഭാർഗവി പറഞ്ഞത് കേട്ട് എനിക്കെന്തോ ഒരു വല്ലാതെ പോലെ. ഇനി ഇമാതിരി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാ ഭാർഗവിയെ താക്കീത് ചെയ്യണം, അല്ലെങ്കിൽ വരണ്ടാന്ന് തന്നെ പറയണം. 10 പേര് കേട്ടാ പിന്നെ കഥകൾ പ്രചരിപ്പിക്കും. ഇവിടെ മീരയുടെ ആത്മാവ് വന്നെന്നും ആകാശമുട്ട വളർന്നെന്നും ചിലങ്ക കെട്ടിയെന്നൊക്കെ. മരത്തിന്റെ ഇല അലങ്ങിയാൽ പോലും പ്രേതവും ഭൂതവും എന്നൊക്കെ തോന്നും. ഏതോ നിഴല് കണ്ട് പേടിച്ചു പോയതായിരിക്കും ഭാർഗവി. എന്നിട്ട് വന്നിരിക്കുന്നു കള്ളിങ്കാട്ട് നീലയുടെ ഉദാഹരണവും പറഞ്ഞു. 100 കൂട്ടം പ്രശ്നങ്ങളിൽപ്പെട്ട് ഭ്രാന്തെടുത്ത് നിൽക്കുക. അതിൻ്റെ ഇടയില ഇനി ആത്മാവും കൂടി. സിദ്ധു പറഞ്ഞതുപോലെ ഭാർഗവി ഇതൊന്നും നമ്മളോട് പറയരുതായിരുന്നു. കേട്ടത് മുതൽ ആകെ ഒരു മിനിസ്റ്ററെ, നിങ്ങളെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. നന്ദനും ദേവികയുമാണ് എന്റെ മകളുടെ കൊലപാതകത്തിലെ പ്രധാന ആസൂത്രകരെന്ന് പകല് പോലെ വ്യക്ത. നന്ദൻ കുറച്ചു ദിവസം മാറുന്നത് ദേവികയെ അവളുടെ ഒളിത്താവളത്തിൽ കാണാൻ പോയതാണെന്ന് ഉറപ്പാ. ഇപ്പൊ അവൻ തിരിച്ചു വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊരു ഒത്തുകളിയാ. വസുന്ധരയെ ചന്ദ്രോത്തുകാര് പ്രീണിപ്പിച്ച് നിർത്തിയിരിക്കുക. MLA സ്ഥാനം പോയിട്ടും സിദ്ധാർത്ഥന് പോലീസില് ഒരു നിയന്ത്രണം കിടക്കുന്നത് പോലെയാ കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോൾ തോന്നുന്നേ. അതെല്ലാം തന്റെ തെറ്റിദ്ധാരണയായ ബലരാമ. കേസിൽ ഒരു ഇടപെടലും ഇല്ല. വസുന്ധരയെ പോലെ മിടുക്കിയായ ഒരു ഉദ്യോഗസ്ഥയെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. CM വിളിച്ചു പറഞ്ഞാൽ പോലും അവര് കേൾക്കില്ല. പിന്നെയാണോ ബലരാമ ഈ ഗവൺമെന്റ് പറഞ്ഞാലും കേൾക്കാത്ത ഇവിടുത്തെ ദൂരെ കളയണം. കേസ് വസുന്ധരയിൽ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിൽ വിടാൻ പോണെന്നൊക്കെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച പയ്യനോട് പറഞ്ഞേ. എന്നിട്ട് എന്താ പറ്റിയേ? അവള് കണ്ണു കെട്ടിയപ്പോ ആഭ്യന്തര വകുപ്പ് അങ്ങ് പേടിച്ചു പോയോ? മിനിസ്റ്ററെ, ഇനി ഒരിക്കൽ കൂടി തന്നെ ഞാൻ വിളിക്കില്ല. ഇപ്പോഴും മന്ത്രിസഭയ്ക്ക് എത്രയാ ഭൂരിപക്ഷമുള്ളതെന്ന് അറിയാലോ. ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെയോ നടക്കുമെന്നുള്ളതും അറിയാലോ. താൻ സമാധാനപ്പെട്. ഞാൻ DIG ഒന്ന് വിളിക്കാം. പിന്നെ
DGP-യോടും വിളിച്ച് കാര്യങ്ങൾ ഫാസ്റ്റാക്കാൻ പറയാം. ഒരു കാര്യം ഉറപ്പു തരാം, ഈ കേസ് അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ DIG വിളിച്ചിട്ട് തനിക്ക് അപ്ഡേറ്റ് തരാം. താൻ സമാധാനിക്ക്. തന്റെ മകളെ കൊന്നവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. മിനിസ്റ്റർ അയാളുടെ ഓരോ ന്യായങ്ങൾ പറയാ. ചന്ദ്രോത്തിൽ നിന്നാരോ വസുന്ധരയെ കൃത്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ നന്ദനെ സീനിയർ ആയിട്ടോ മറ്റോ കോളേജിൽ പഠിച്ചിരുന്നാണ് വസുന്ധര എന്നൊക്കെ ഏതോ ഓൺലൈൻ ചാനൽ വന്നല്ലോ. അത് വാസ്തവമായിരിക്കും. പഴയ ചങ്ങാതിയോട് സ്നേഹം കാണിക്കുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും സുഹൃത്തോ ബന്ധുക്കളോ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും വശത്താക്കാൻ കഴിയാത്ത ആളാ വസുന്ധര എന്നാ കേൾക്കുന്നത്. സർ, കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കും. നമുക്ക് കുറച്ചുകൂടെ ക്ഷമിക്കാം. കൃത്യമായിട്ടുള്ള തെളിവുകൾക്ക് വേണ്ടി അവർ ചിലപ്പോൾ കാത്തിരിക്കുകയായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ നന്ദനെ വെറുതെ വിട്ടത്. അതെ ബാലു, നമുക്ക് അങ്ങനെ നോക്കാം. മീര എഴുതിയ കഥ ഭക്തമീര. ആ കഥയിൽ കൊലപാതകി ഒളിഞ്ഞിരിപ്പെടുന്നൊക്കെയല്ലേ ഇവിടെ നിന്നുകൊണ്ട് സാഹിത്യത്തിലൊക്കെ അടിച്ചുവിട്ടെ. ഒക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നേ. എന്റെ ക്ഷമനശ ഞാൻ അങ്ങോട്ട് ഇത് പച്ചക്ക് കത്തിക്കും. അറിയില്ല ഈ ബലരാമൻ അവർക്ക്. മുരളി, നീ തിരിച്ചു വന്നിട്ട് എന്താ ഇങ്ങോട്ട് വരാത്ത? അതിപ്പോ പുറത്തേക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത്? കേസും ബഹളവും ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് തിരിച്ചു വന്നാൽ പോരായിരുന്നോ? ഒക്കെ വൈകാതെ നേരെയാവും മുരളി. പ്രശ്നങ്ങളൊക്കെ ഉടൻ അവസാനിക്കുന്ന വിശ്വാസം. ആയിക്കോട്ടെ, പക്ഷേ നീ എത്തിയെന്നറിഞ്ഞാലേ ആ വസുന്ധര ഇപ്പൊ ചന്ദ്രോത്തെത്തും. വസുന്ധര ഇങ്ങോട്ടല്ല, ഞാൻ വസുന്ധരയ്ക്ക് അടുത്തെത്തി. എന്നിട്ട് അവരുടെ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ട്. അവരെന്നെ അറസ്റ്റ് ചെയ്തില്ല. ആണോ? ഞാനാണ് മീരയെ കൊന്നതെന്ന് പറഞ്ഞിട്ടും അവർക്ക് അതൊന്നും കേൾക്കണ്ട. എന്നെ അവിടുന്ന് പറഞ്ഞു വിടുകയാ ചെയ്തേ. എങ്കിലും ഉറപ്പാ അവരെന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എടാ, ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. എടാ, വീണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്കാണെങ്കിൽ നേരമണ്ണ ഉറക്കമൊന്നും കിട്ടുന്നില്ല. ആ മീരെ ആത്മാവിന്റെ രൂപത്തിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞ് ഇവിടെ ബഹളോ. നമുക്ക് നേരിൽ കാണാം. ഞാൻ അങ്ങോട്ട് വരാം. കുറേ കാര്യങ്ങൾ സംസാരിക്കണം. ശരിയെന്നാ. നന്ദ, എന്താമേ? നീ കുറച്ചു ദിവസം മാറി നിന്ന് എവിടെയാ? നീ സത്യം പറ, നീ ദേവികയെ കണ്ടില്ലേ? എന്നോട് മറക്കണ്ട. ശരി, ഞാൻ ദേവിയെ കണ്ടു. തീർന്നില്ലേ? അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി സമ്മതിച്ചു തരുന്ന രീതിയൊന്നും വേണ്ട. നീ അവളെ കണ്ടു, എനിക്ക് ഉറപ്പുണ്ട്. അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ സമ്മതിച്ചു തരുന്നല്ലോ. ദേവി ഞാൻ കണ്ടു. കണ്ടെങ്കിൽ പിന്നെ എന്ത് വേണോ അമ്മേ? കണ്ടെങ്കിൽ എന്തു വേണോന്നോ? പോലീസിന്റെ മുൻപിൽ കീഴടങ്ങാൻ പറയണം. എന്തിന്? എന്തിനാണെന്നോ? അവളൊരു കൊലപാതകിയാ. എന്നാര് പറഞ്ഞു? അത് ശരി, നീ എന്താ എന്നെ ചോദ്യം ചെയ്യണോ? മീരെ അവളാണ് കൊന്നതെന്ന് ഈ നാട് മുഴുവനും പറയുക. നീ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? നാട് മുഴുവൻ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് അത് സത്യമാവോ? ആദ്യം സത്യം പുറത്തു വരട്ടെ, അതിന്റെ പുറകെ ദേവിയും വന്നോളൂ. നന്ദനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഹോം മിനിസ്റ്റർ ചോദിക്കുന്നത്. അദ്ദേഹം വളരെ ചൂടില. ക്രൈംബ്രാഞ്ചിൽ ഏൽപ്പിക്കുന്ന കാര്യം സീരിയസ് ആയി ആലോചിക്കണമെന്നാണ് ഇപ്പൊ പറയുന്നത്. നന്ദനെ അറസ്റ്റ് ചെയ്യേണ്ട കാരണങ്ങൾ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വിശദീകരിക്കുകയാണ്. DGP അതേ അഭിപ്രായം തന്നെയാണ്. സർ, ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് എന്തു പറയാം?
ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവർക്കേ അതിന്റെ യാഥാർത്ഥ്യം അറിയുള്ളൂ. ഗാലറിയിൽ ഇരിക്കുന്നവരിലും നല്ല പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം വസുന്ധര മറക്കരുത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കില്ലെന്നറിയാം. പക്ഷേ എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഞാൻ തന്ന ഫയലില് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സാർ. അങ്ങും അത് കണ്ടതല്ലേ? നമുക്കിപ്പോ ഒന്നും തന്നെ പുറത്തു പറയാൻ പറ്റില്ല. എസ്തപ്പാന്റെ വീട് മുഴുവൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദേവിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ റണ്ണിംഗ് കമന്ററി പോലെ എല്ലാ ദിവസവും മാധ്യമങ്ങളോട് ഇങ്ങനെ വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന അന്വേഷണം അതോടെ പരാജയപ്പെട്ടു പോവില്ലേ സാർ? വസുന്ധരയുടെ കാഴ്ചപ്പാടിൽ അത് കറക്റ്റാണ്. എന്തായാലും ഞാൻ ഇന്ന് ഹോം മിനിസ്റ്ററെ കാണുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അറിയിക്കാം. ചിലപ്പോൾ വസുന്ധരയും അദ്ദേഹത്തെ ഒന്ന് കാണേണ്ടി വരും. ഷുവർ സർ. ആഭ്യന്തരമന്ത്രി ഞാൻ കണ്ടോളാം. അതാണ് നല്ലത്. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതേ കരഞ്ഞുകൊണ്ടല്ലേ രജനി? പിന്നെ അങ്ങ് സന്തോഷിക്കണം. പ്രശ്നങ്ങൾ വരും, അതിനെ നേരിടണം. സത്യം പറഞ്ഞ ഗിരിയോട് കുറച്ച് സംസാരിച്ചു കഴിയുമ്പോ മനസ്സല്പം തണുക്കും. ഭാരമൊക്കെ ഒന്ന് കുറയും. ശാന്തമായിരിക്കേ, വൈകാതെ എല്ലാം ശരിയാവും. ഉറപ്പാ. ദേവിക ഉടനെ തിരിച്ചു വരും. ആരാ? എന്താ? ആരാത്? ഹലോ, ആരാന്ന്? രജനി. ഒന്നുമില്ല ഗിരി, ഞാൻ വിളിക്കാം. ഓക്കെ. അയ്യോ എന്റെ ഈശ്വരാ. നന്ദ, നന്ദ, നന്ദ. ചേച്ചി എന്നെ കണ്ടെന്ന് തോന്നേ. അയ്യോ അമ്മേ, അമ്മേ, അമ്മേ. നീ ആ തീർക്കും. ശരി. എന്താ എന്താ രജനി? അവിടെ അവിടെ ഒരു പെണ്ണ്. പെണ്ണോ? പെണ്ണ് തന്നെയാന്ന് അറിയില്ല, ഒരു രൂപമുണ്ട് അവിടെ. മോളെ, നിനക്ക് അങ്ങനെ തോന്നിയതാവും. അയ്യോ അല്ല, ഞാൻ കണ്ടതാ. നന്ദനുണ്ടല്ലോ മോളെ അവിടെ, നീ അവനെ കണ്ട് പേടിച്ചതായിരിക്കും. അല്ലമ്മേ, സത്യമായിട്ട് ഞാൻ കണ്ടു. ഇത് അതൊന്നുമല്ല, ഇത് വേറൊരു രൂപമാ. എന്താ ചേച്ചിയാണോ നിലവിളിച്ചേ? അതെ. എടാ, അവിടെ മുകളിലൊരു രൂപം കണ്ടടാ. രൂപോ? ചേച്ചി എന്നെ ആയിരിക്കും കണ്ടത്? അല്ല അമ്മേ, ഭാർഗവി എന്റെ വീട്ടിൽ നിന്ന് അത് ഇവിടെ വന്നിട്ടുണ്ട്. ഭാർഗവി ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിൽ കിടന്നിട്ടാ. അതിന്റെ തോന്നലായത്. അമ്മേ, ഭാർഗവി ആന്റി എന്ത് പറഞ്ഞമ്മേ? ഭാർഗവിയുടെ വീട്ടുമുറ്റത്ത് ഒരു സ്ത്രീരൂപം കണ്ട് പേടിച്ചു എന്ന്. അത് മരിച്ച മീരയാണത്രേ. അമ്മ അല്ല, അതുകൊണ്ടല്ല. ചേച്ചി ചേച്ചി നടന്നുറങ്ങേ. അത് തന്നെ. നോക്ക്, ഓരോ തോന്നലുകൾ വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാ നാട്ടുകാരത് ഏറ്റുപിടിക്കും. ഈ വീട് താമസിക്കാൻ കൊള്ളാത്ത വീടെന്നുള്ള പേര് വരും. ഭാവിയില് ഇത് വിൽക്കണമെന്ന് തോന്നിയാ പിന്നെ വാങ്ങാൻ പോലും ആരും ഉണ്ടാവില്ല. അതെ, ചേച്ചി ചേച്ചി പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേ? അമ്മേ, സത്യമായിട്ട് ഞാൻ കണ്ടു. ഒന്ന് വെറുതെ ഇരിക്കണ്ട രജനി, ഓരോന്നും പറഞ്ഞുകൊണ്ട് വന്നേക്ക. അമ്മ അല്ലെങ്കിലേ സമാധാനക്കേടാ. എന്താ, ഞാൻ കണ്ടതാ.
ചേച്ചി ചേച്ചി പോയി കിടന്ന് ഉറങ്ങി. വന്നേ വാ. എടാ വരാൻ വാ. അയ്യോടാ ഇങ്ങോട്ട് വാ. വാ. ആ മോളെ, ഭക്ഷണം കഴിക്കണ്ടേ? ഇനി രാവിലെ എഴുന്നേറ്റ് പഠിക്കാം. ആഹാ, ഇന്ന് നേരത്തെ വിശപ്പായോ? അല്ലെങ്കിൽ വേണ്ട, ദേവിക മോളെ കാണണം, എന്തൊക്കെയായിരുന്നു പുകില്? ഇന്ന് രുചിയോടെയും സന്തോഷത്തോടെയും കുറച്ച് ഭക്ഷണം കഴിക്കണം. ദേവികയുടെ ശബ്ദം കേട്ടതോടെ നമുക്ക് മാത്രമല്ല ഈ വീടിന് തന്നെ ഉണർവ് വന്നു. നന്ദൻ വന്ന് ദേവിയെ കണ്ടുവെന്നും സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മളെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയമൊക്കെ നീങ്ങി. ചേച്ചിയോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോ ചേച്ചിയെ പെട്ടെന്നൊന്ന് കണ്ടാ കൊള്ളാന്ന് തോന്നുന്നു, അല്ലേ അമ്മേ? ആ, എവിടെ ഉണ്ടെന്നറിഞ്ഞല്ലോ, പകുതി സമാധാനായി. ഇനി തമ്മി കാണുന്നൊക്കെ എല്ലാം നേരെയായിട്ട് മതി. ആവേശം കാണിച്ച് ഇനി അബദ്ധം വരാൻ പാടില്ല. പാവം നന്ദൻ, ദേവികയെ രക്ഷിക്കാൻ വേണ്ടി അവൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ഏതൊക്കെയോ സാഹചര്യങ്ങളില് നമ്മൾ കാര്യങ്ങൾ ശരിക്കറിയാതെ നന്ദനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോഴാ നന്ദന്റെ മഹത്വം മനസ്സിലായത്. നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം വൈകാതെ തിരിച്ചു കിട്ടും. തീർച്ചയായും രാധികേ, അപകടങ്ങളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് പൂർണ്ണ സന്തോഷം തരാൻ വേണ്ടിയാ. എന്ന് വാ, കഴിക്കാം. ആ, എന്താ ഗൗരി? അമ്മ വീണ്ടും മീരെ കണ്ടെന്ന് പേടിച്ചു വന്ന് എന്നെ വിളിച്ചു. ഒരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ വന്നതാ. എന്താ അമ്മ ഇത്, ഉറക്കമൊന്നും ഇല്ലേ? ഇല്ല, എന്നെ ഉറങ്ങാൻ മീരക്കുഞ്ഞ് സമ്മതിക്കുന്നില്ല. അമ്മ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. സ്വപ്നാണോ സത്യാണോന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കണ്ടു. ആരെ കണ്ടുവെന്ന്? മീരെ കണ്ടു. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അല്ല, മീര ജീൻസും ടീഷർട്ടുമാണോ ഇട്ടിരുന്നത്, അതോ പഴയ ട്രഡീഷണൽ വെള്ള സാരിയോ? ഒന്ന് പോടാ അവിടുന്ന്. വെറുതെ ഇരിക്കും മുരളിയേട്ടാ. അമ്മേ, എന്നിട്ട് മീര എന്താ പറഞ്ഞേ? എന്റെ മരണത്തിന് നിങ്ങൾക്ക് പങ്കുണ്ടെന്ന്, ആരും വെറുതെ വിടില്ലെന്നും പറഞ്ഞു. മീര അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അല്ലേ? സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലായില്ലേ അമ്മേ? അമ്മ വെറുതെ പറഞ്ഞ് കാര്യങ്ങൾ വഷളാക്കും. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഒരു മീര. മുരളി, കാര്യം സ്വപ്നൊക്കെ തന്നെയാ ഞാൻ കണ്ടത്. പക്ഷേ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കണമെങ്കിൽ മീരയുടെ സാന്നിധ്യം ഈ വീട്ടിലുണ്ട്. അന്ന് മീരക്കുഞ്ഞ് ഇവിടെ വന്നപ്പോ ദേഷ്യപ്പെട്ടില്ലേ? അതിന്റെ ഒരു പക മീരക്കുഞ്ഞിന് കാണും. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യും, ഇനി മീര വരുമ്പോ പറഞ്ഞാ മതി വഴക്കുണ്ടാക്കിയത് ഗൗരിയും മുരളിയാണെന്ന്. ഞങ്ങളോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞോളാം ബാക്കി. ഞാൻ കിടക്കാൻ പോവാ, രാവിലെ എനിക്ക് ഓട്ടോ ഉള്ളത്. അമ്മയും മരുമോളും കൂടി പ്രേതകഥയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കും. മോളെ, നിനക്ക് പേടിയുണ്ടോ മീരെ? എന്തിനാ? മരണപ്പെട്ടു കഴിഞ്ഞ സത്യം സത്യമായിട്ടല്ലേ മനസ്സിലാക്കുന്നത്? അപ്പൊ മീരയ്ക്ക് നമ്മളോട് ദേഷ്യം വരില്ലല്ലോ. ആണോ? ഈ ചായ എടുത്ത് കുടിച്ചിട്ടേ അമ്മ വന്നേ, നമുക്ക് കിടക്കാം. അവളെന്നോട് ദേഷ്യത്തിലാ മോളെ സംസാരിച്ചത്. ഒന്നും മിണ്ടായിരിക്കമ്മേ. അമ്മേ,
അമ്മേ നന്ദ 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 അമ്മേ 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 വാതിൽ തുറക്ക് അമ്മേ 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 ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.